ഹലോ കൂട്ടുകാരെ, PYQ സീരീസിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ റെക്ടാങ്കിൾ സർക്കംസ്ക്രൈബിംഗ് എ സർക്കിൾ ഇസ് എ സ്ക്വയർ. ഇത് സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗറിൽ നോക്കൂ, ഈ ഫിഗറിൽ ഒരു സർക്കിൾ ഉണ്ട്, അതിനെ സർക്കംസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ റെക്ടാങ്കിൾ ഒരു സ്ക്വയർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ടാൻജൻസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതായത് ഈ ഒരു റെക്ടാങ്കിളിന്റെ സൈഡ്സ് ആണ് AB, BC, CD ആൻഡ് DA. ഈ സൈഡ്സ് എല്ലാം ഈ സർക്കിളിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തുകൊണ്ടാണ് ഡ്രോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് റെക്ടാങ്കിൾ സർക്കംസ്ക്രൈബിംഗ് എ സർക്കിൾ എന്ന് പറഞ്ഞത്. അപ്പൊ സി എന്ന പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ് ആണ് CR ആൻഡ് CQ. അതുപോലെ തന്നെ ബി എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലോട്ട് ഡ്രോ ചെയ്തിട്ടുള്ള 2 ടാൻജൻസ് ആണ് BQ ആൻഡ് BP. എ എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലോട്ട് ഡ്രോ ചെയ്തിട്ടുള്ള 2 ടാൻജൻസ് ആണ് AP ആൻഡ് SA. ഡി എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലോട്ട് ഡ്രോ ചെയ്തിട്ടുള്ള 2 ടാൻജൻസ് ആണ് SR ആൻഡ് DS. ടാൻജൻസിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്? ഒരു ഔട്ടർ പോയിന്റിൽ നിന്ന് സർക്കിളിലോട്ട് വരയ്ക്കുന്ന ടാൻജൻസ് ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് എഴുതാം. Consider rectangle ABCD circumscribing a circle such that it touches the sides AB, BC, CD and DA at the points P, Q, R and S. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ സൈഡ്സ് എല്ലാം ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് P, Q, R and S. അപ്പം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈക്വൽ ടാൻജൻസ് എഴുതാം. AP ഈക്വൽസ് ടു AS. എ എന്ന പോയിന്റിൽ നിന്നുള്ള 2 ടാൻജൻസ് APയും AS ആണല്ലോ. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ AP ഈക്വൽസ് ടു AS, BP ഈക്വൽസ് ടു BQ, CR ഈക്വൽസ് ടു CQ ആൻഡ് DR ഈക്വൽസ് ടു DS. റീസൺ ബ്രാക്കറ്റിൽ എഴുതാം. Length of tangents drawn from an external point to a circle are equal. ഇനി നമുക്ക് ഇക്വേഷൻസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ആദ്യം LHS ആഡ് ചെയ്യാം. AP പ്ലസ് BP പ്ലസ് CR പ്ലസ് DR. ഇനി RHS ആഡ് ചെയ്യാം. AS പ്ലസ് BQ പ്ലസ് CQ പ്ലസ് DS. ഇനി നമ്മുടെ ഫിഗറിൽ AB എന്ന സൈഡ് നോക്കൂ. AB ഈക്വൽസ് ടു AP plus BP. Side BC is BQ plus CQ. CD equals to CR plus DR. Side DA equals to AS plus DS. ഇതെല്ലാം ഒന്ന് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AP പ്ലസ് BP നോക്കൂ. AP പ്ലസ് BP, അതിന് പകരം നമുക്ക് AB എന്ന് എഴുതാലോ. AB പ്ലസ് CR പ്ലസ് DR, ഇതാ CD ആണ്, അതിങ്ങോട്ട് എഴുതാം. CD ഈക്വൽസ് ടു AS പ്ലസ് DS. AS പ്ലസ് DS ആണ് ഇവിടെ DA ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അത് എഴുതാം നമുക്ക്. DA പ്ലസ് BQ പ്ലസ് CQ BC ആണ്, അതും എഴുതാം. അപ്പോൾ നമുക്ക് AB പ്ലസ് CD ഈക്വൽസ് ടു DA പ്ലസ് BC എന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് AB ഈക്വൽസ് ടു CD ആൻഡ് AD ഈക്വൽസ് ടു BC. ബ്രാക്കറ്റിൽ നമുക്ക് എഴുതാം. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഈക്വൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ എന്താ മനസ്സിലായത്? AB ഈക്വൽസ് ടു CD, DA ഈക്വൽസ് ടു BC. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ടുള്ള ABയും ADയും ഈക്വൽ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ CDയും CBയും ഈക്വൽ ആയിരിക്കുമല്ലോ. അതുകൂടെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. സോ AB ഈക്വൽസ് ടു AD ആൻഡ് CD ഈക്വൽസ് ടു CB. ദാറ്റ് ഈസ് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ ABCD ആർ ഈക്വൽ. ഹെൻസ് ABCD ഈസ് എ സ്ക്വയർ. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിൾ ഒരു സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടായിരുന്നു. ഇത്രയും സ്റ്റെപ്സിലൂടെ ABCD ഒരു സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ. PYQ സീരീസിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.